കോറപ്പള്ളി എന്നറിയപ്പെടുന്ന ഇസ്താംബൂളിലെ പുരാതന ബൈസന്റൈൻ ദേവാലയം പൂർണ്ണമായും മോസ്കാക്കി മാറ്റി. തുർക്കിയിലെ പുരാതന ദേവാലയങ്ങളിലൊന്നായ ഹോളി സേവിയർ ദേവാലയം ആദ്യം മ്യൂസിയമായും പിന്നീട് കരിയെ മസ്ജിദായും എർദോഗൻ ഭരണകൂടം മാറ്റിയിരുന്നു. ദേവാലയം മസ്ജിദാക്കി പരിവർത്തനം ചെയ്യാൻ പ്രസിഡന്റ് ഉത്തരവിട്ടതിന് 4 വർഷങ്ങൾക്ക് ശേഷം ഇക്കഴിഞ്ഞ മെയ് 6-ാം തീയതിയാണ് ഇവിടെ ഇസ്ലാമിക പ്രാർത്ഥനകൾ നടത്തുന്നതിനായി പൂർണ്ണമായും തുറന്നുകൊടുത്തത്. മ്യൂസിയമാക്കി മാറ്റിയ ഹോളി സേവിയർ ദേവാലയം മോസ്കാക്കി മാറ്റാൻ 2020-ൽ പ്രസിഡന്റ് റജബ് ത്വയ്യിബ് എർദോഗൻ ഉത്തരവിട്ടു. ഇതേ തുടർന്ന് 2020 ഒക്ടോബർ 30-ന് ഇവിടെ ഇസ്ലാം മത പ്രാർത്ഥനകൾ നടത്തിയിരുന്നു. മ്യൂസിയത്തിൽ നിന്നും മസ്ജിദിലേക്കുള്ള പരിവർത്തന പദ്ധതി 2020-ൽ ആരംഭിച്ച് ആ വർഷം ഒക്ടോബറോടെ പൂർത്തിയാക്കാനായിരുന്നു പദ്ധതി. എന്നാൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പദ്ധതി വൈകിപ്പിച്ചു. ഇപ്രകാരം മ്യൂസിയം മോസ്കാക്കി മാറ്റുന്നതിനുള്ള പദ്ധതി മുന്നോട്ട് വെച്ച നാൾ മുതൽ ഓർത്തഡോക്സ് കത്തോലിക്ക സഭകളിലെ വൈദികരും വിശ്വാസികളും വലിയ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ ആ പ്രതിഷേധങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന രീതിയിലുള്ള നടപടികളുമായി എർദോഗൻ ഭരണകൂടം മുന്നോട്ട് പോവുകയായിരുന്നു. ദേവാലയത്തിനുള്ളിലെ രൂപങ്ങളും ചിത്രങ്ങളും പൂർണ്ണമായും മറച്ച ശേഷമാണ് ഇവിടെ ഇസ്ലാമിക പ്രാർത്ഥനകൾ നടത്തിയത്. കൂടുതൽ യാഥാസ്ഥികരും ദേശീയവാദികളുമായ തന്റെ പിന്തുണക്കാരെ ശക്തിപ്പെടുത്താനുള്ള എർദോഗന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ മാറ്റങ്ങളെ വിദഗ്ധർ വിലയിരുത്തുന്നത്.